MDMA എന്ന് പറഞ്ഞ സാധനം ശരിക്കും കേട്ടിട്ടുണ്ടോ? ശരിക്കും MDMA എന്താ? MDMA ആണ്. 1910 ജർമ്മനി എന്ന് പറയുന്ന ഒരു വികസിത രാജ്യം കണ്ടുപിടിച്ച മനുഷ്യന്റെ ശരീരത്തെ രക്തത്തിന് ഒഴുക്കിനെ നിർത്താൻ വേണ്ടി, വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രലോകം ജർമ്മനി കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മരുന്നായിരുന്നു ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ ഡോസുള്ള ഈ നല്ല സദുദ്ദേശ മരുന്ന്. എന്നത് മരുന്നായിരുന്നു, നല്ല ഡ്രഗായിരുന്നു. ഈ സാധനം ജർമ്മനി കണ്ടുപിടിച്ചു. 1940-50കളിൽ യൂറോപ്യൻ കൺട്രികൾ മുഴുവനും, ചെക്കോസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളെല്ലാം ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തു. വേറൊരു ആംബിറ്റേഷൻ കൂടെ ആഡ് ചെയ്തതിനകത്ത് ഈ 16 തന്മാത്രകളൊന്ന് വികസിപ്പിച്ച് 32, 30, 40 എത്തിച്ച് അതിൻ്റെ പേര് മാറ്റി, MDMA എന്ന പേര് മാറ്റി എക്ടസി, മാൻഡി, ക്ലാര, കല്ല്, ഗ്ലോബർ, വൈറ്റ് സോൾസർ, ടെൻസ്, സ്പീഡ്, വോൾവർ എന്ന് പറയുന്ന 16 പേരുകൾ ഈ സാധനം അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ 1910 ജർമ്മനി കണ്ടുപിടിച്ച ഈ സാധനം കറങ്ങിത്തിരിഞ്ഞ് യൂറോപ്യൻ നാട് വഴിയെല്ലാം നിന്ന് അവസാനം ഒടുവിൽ ഈ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ന് വന്നു. 1913 കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് തൃശ്ശൂർ, ആലപ്പുഴ ജില്ല, 3-ാം സ്ഥാനം കാസർഗോഡ്, 4 കോഴിക്കോട്, 5 മലപ്പുറം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1-2 പേര് അവിടുന്ന് വരുമ്പോൾ അവർ ഉപയോഗം കണ്ടു, അവരുടെ വയലൻസ് കണ്ടു, അവരുടെ വിഡ്രോ സിംറ്റംസ് കണ്ടു. കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് അഡിക്റ്റഡ് ആണ്, കിട്ടാതെ വന്നപ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ്, നാട്ടിൽ നിന്നും കിട്ടാനില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഒടുവിലാണ് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇപ്പം മുക്കിന് മൂലയിലെല്ലാം ഈ സാധനം കിട്ടാൻ തുടങ്ങി. സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ വേണ്ടാന്ന് പറയും. കാര്യം സിഗരറ്റിന് തീയുണ്ട്, പുകയുണ്ട്, ചാരമുണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ദൂരെ നിന്ന് ഒരാൾക്ക് കാണാൻ പറ്റും, അടുത്ത് വന്ന സ്മെല്ലുണ്ടാവും. 10 വർഷം വലിക്കുന്ന ആളുടെ വായം തുറന്ന പല്ലിലടിയൊക്കെ കറയുണ്ടാവും. മദ്യപിക്കുന്ന ആൾ മദ്യപിക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം മാനുവലായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേണ്ടാന്ന് പറയും, കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ വേണ്ടാന്ന് പറയും. പക്ഷേ ഈ സാധനം വേണ്ടാന്ന് പറയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് വേണോ ചോദിച്ചിട്ടല്ല തരുന്നേ, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ല തരുന്നേ. നിനക്കറിയാം, PSCക്കൊക്കെ ചോദിക്കാൻ ചോദ്യം കൂടിയാണ് MDMA കുറിച്ച്. വാട്ട് ഈസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് കില്ലർ ഡ്രഗ്സ്? ഒറ്റത്തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം നിരന്തരമായി ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി. എത്ര ടൈപ്സ് കാറ്റഗറീസ് ഉണ്ടാവും അതിനകത്തെന്ന് അറിയാം? 18-ൽ പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ കാറ്റഗറിയിലുണ്ട്. പെപ്റ്റഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്, നിറ്റോക്സ്, അങ്ങനെ MDMA അടങ്ങുന്ന 18-ൽ പരം അടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി വരുന്നത്. ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഏതാണോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയാണ്. എന്താണ് പാർട്ടി ഡ്രഗ്? അതായത് ആഘോഷങ്ങളിൽ, മ്യൂസിക് ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബാംഗ്ലൂരും ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോഴാണ് ഈ സാധനം ഉപയോഗിച്ചു എന്ന് തിരിച്ചറിയണത്. അവിടെ പഠിക്കാൻ പോണ കുഞ്ഞുങ്ങളൊന്ന് പോകും, അത് ഇരുട്ടിലാണ്, ചില ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും, അതിനകത്ത് ചില സ്ലോലി മ്യൂസിക്കുകൾ കടന്നു വരും, വോയിസുകളും ചില ഹൊറർ വോയിസുകളൊക്കെ മിക്സ് ചെയ്യും, അതിനിടെ ജ്യൂസുകൾ ഇങ്ങനെ കൊണ്ട് സെർവ് ചെയ്യും, സുഗന്ധത്തിന്റെ പരിമളം ഇങ്ങനെ കടന്നു വരും, വല്ലാത്തൊരു വൈബിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിക്കും, ആ വൈബ് ഇങ്ങനെ ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും, എന്നാ കുടിച്ചോന്ന് പറയും. കാര്യം എന്താ, ലൈവിൽ അവളൊരു പെപ്സിയോ സോഡയൊക്കെ പൊട്ടിച്ചകത്ത് ഒഴിക്കും. ആ ഗ്ലാസ് കൊടുക്കുന്നവളുടെ വിരൽ ഇതിനകത്തേക്കൊന്ന് ഇങ്ങനെ അമർന്നിരിക്കും. ഈ ജ്യൂസിനോ പാനീയത്തിലോ കോഫിയിലോ അവളുടെ ചൂണ്ടുവിരലൊന്ന് അമർത്തി വെച്ചിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ ആ ചൂണ്ടുവിരലിനകത്ത് എത്രമാത്രം MDMA ഉണ്ടോ, മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ ഉണ്ടോ, അത്ര മാത്രം മതി ഈ ജ്യൂസിൽ. 1 സെക്കൻഡ് ഇങ്ങനെ അമർന്നിരുന്നാൽ മതി. 1 എന്ന് പറയുന്ന സെക്കൻഡ് അമർന്നിരുന്ന കെമിക്കൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആ മ്യൂസിക്കിലെ ഡാൻസ് കളിക്കുമ്പോൾ ഈ സാധനം വാങ്ങി രസത്തിന് അവളെ തൃപ്തിപ്പെടുത്താൻ വാങ്ങി ഒരു സിപ്പ് എടുത്ത് തിരിച്ചു കൊടുക്കും. ആ കൊടുക്കുന്നതോടുകൂടി മതി നമ്മുടെ ഇന്റേണൽ ഓർഗൻസത്തേക്ക് ഈ സാധനം വന്നു. നമുക്കൊരു ചേഞ്ച്, ഒരു സ്റ്റിമുലേഷൻ ചേഞ്ച് വന്നു. നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ കുഞ്ഞുങ്ങളിരിക്കുന്ന വേദിയിൽ പ്രതിപാദിക്കപ്പെടാൻ പാടില്ല. സർക്കുലർ ഉണ്ട്. ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് 48 hours ആണ്. പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകും. പിന്നെ 48 മണിക്കൂർ നമ്മൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ, ആകുലത, ഭയങ്കരമായിട്ട് നമുക്ക് തോന്നലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കും, വെടി നീ ഒന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ, എന്ത് രസമാണ് ഇവിടുത്തെ വൈബ്, എനിക്ക് അങ്ങോട്ട് പോകണം, ബാ പ്ലീസ്, എനിക്ക് ആ ജ്യൂസ് കുടിക്കണം, നീ ബാ പോടി പ്ലീസ്. അങ്ങനെ നിരന്തരമായി പോകാൻ തുടങ്ങും. പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ ഉണ്ടാകും. അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും എത്തും. ഒറ്റ തവണ നമുക്കറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അവിടുത്തെ ഒരു വൈബാണ്, അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്, അവിടുത്തെ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടും സിസ്റ്റവും മ്യൂസിക്കും നമ്മൾ ആകൃഷ്ടരാകും. ആക്ച്വലി എന്താണ്, ബ്രെയിനെ സ്വാധീനിക്കാൻ പറ്റുന്ന, ബ്രെയിനെ കബളിപ്പിക്കാൻ പറ്റുന്ന, ന്യൂറോൺസിനെ കബളിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഹാപ്പി ഹോർമോൺസുകൾ അടങ്ങണ ഭാഗമൊക്കെ നമ്മുടെ ശരീരത്തെത്തി 48 hours അത് ഹാപ്പിനെസ് നമുക്ക് തന്നു. 48 hours നമ്മൾ കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ആകെ അങ്ങോട്ട് വയലൻ്റായി. നിങ്ങൾ ഫയറിംഗ് ലൈസൻസ് ഉള്ള സബ് ഇൻസ്പെക്ടർമാരാ എല്ലാവരും, ഞാൻ അടങ്ങുന്നത്. പക്ഷേ ചില ആളുകളെ ടൗണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല, കൊല്ലടാ എന്നൊക്കെ പറയും. സെല്ല് കയറുമ്പോൾ തന്നെ പറയും, സാറേ പ്ലീസ് ഒന്ന് തരുമോ, ഒറ്റ തരുമോ പ്ലീസ് സാറേ.
അപ്പം ഞങ്ങൾ തരാന്നൊക്കെ പറഞ്ഞു അടക്കി വെക്കും. കുറച്ച് കഴിഞ്ഞാൽ പറയും സാറേ തന്നില്ല കേട്ടോ, എടാ അടങ്ങിയിരിക്കുക പ്ലീസ് അടങ്ങിയിരിക്കുക. എന്നിട്ട് പിന്നെ ജയിലിനകത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒച്ച വെക്കുക. എന്താ ഒച്ച പറയാം, തലയിട്ട് അടിക്കുന്ന ഒച്ചയാണ് അങ്ങനെ. പിന്നെ കുറച്ച് പല്ലൊക്കെ ഇളകി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കാണാം. ഇങ്ങനെ മാന്തി പറിക്കും ഇങ്ങനെ നഖം കൊണ്ട്. അകത്ത് കയറ്റുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലെ മോതിരങ്ങളൊക്കെ ഊരി മാറ്റും. കാര്യം ഇവർ മോതിരമൊക്കെ വെച്ചിട്ട് ഇവർ മെഴുങ്ങുമൊക്കെ ചെയ്യും. കൊതുകുതിരി കൊടുത്തു ഒരു പോലീസുകാരെ, പുതിയ പോലീസുകാരെ വന്നപ്പോൾ അറിയാതെ കൊതുകുതിരി വെക്കുന്ന സ്റ്റാൻഡ് കൊടുത്തവൻ അതുകൊണ്ട് ഞരമ്പ് വലിച്ചങ്ങോട്ട് മുറിച്ചു. കാര്യം ഇവർക്ക് ബ്ലഡ് കാണണം. ഇപ്പം അതൊക്കെ ശൂരാട് പോലീസ് മക്കളെ ഇടയ്ക്കൊന്ന് പോയി നോക്കിയേ. ഹോക്കി കളിക്കുമ്പോഴേ ഒരു സാധനം ഇടുമല്ലോ ഇങ്ങനെ, കണ്ടുണ്ടോ? ആ ലെതറിൻ്റെ ആ സാധനം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പണ്ട് ജില്ലയിൽ ഒന്നുള്ളൂ, ഇപ്പോൾ പ്രവേശനിൽ 10 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുക, സപ്ലൈ ചെയ്തിരിക്കുക. ഇത് സാധനം ചെല്ലുമ്പോൾ തന്നെ തലയിലിടും. എന്നിട്ട് കൈ പുറകെ കെട്ടിട്ട് ആ സെല്ലിനകത്തോട്ട് ഇടുക. പിന്നെ അവൻ അതിട്ടിട്ട് പോയി തലക്കടിക്കുക. ഇങ്ങനെ അവന് ടൈം ടു ടൈം അവൻ തലേസം കൊണ്ടിട്ട് പിറ്റേസം കോടതി പോകുന്ന സമയത്തുള്ളിൽ അവന് സാധനം വേണം. സിഗരറ്റ് തീപ്പെട്ടി വേണ്ട, കൊടുത്താൽ മതി. അയക്കകത്ത് വെച്ച് അവയ്ക്കാൻ എങ്ങനെ കൊതുതിരി തിന്നും, പേസ്റ്റ് തിന്നും. മക്കളെ വെറുതെ പറയുന്നല്ല, ഏതോ ഒരു നിമിഷ നേരത്തേക്ക് ഒരു സൗഹൃദത്തിൽ പോയി പെട്ടുപോയതാ. ഒരമ്മയുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അമ്മയുടെ പേര് സുബൈദ എന്നാ. ആ അമ്മയ്ക്ക് 4 മക്കളുണ്ട്. 34ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. എന്നിട്ട് മകനെ വളർത്തി വലുതാക്കി, ഇവനെ മിടുക്കനാക്കി. അവസാനം എന്താ, കടുത്ത MDMAക്ക് അഡിക്റ്റഡ് ആയി. അമ്മ കൊണ്ടുപോയി ചികിത്സയ്ക്ക് കൊണ്ടുപോയി, ചികിത്സ നടത്തി വീണ്ടും തിരിച്ചു വന്ന് ഭയങ്കര പ്രശ്നം, നാട്ടിൽ പ്രശ്നങ്ങൾ, അടിപിടി കേസുകളെല്ലാം ഉണ്ടാക്കി. അവസാനം ഈ ഉമ്മ 1.25 പവന്റെ മാല വീണ്ടും കൊണ്ട് പണയപ്പെടുത്തി ഈ ഉമ്മ മകനെ നല്ലൊരു DL സെന്ററിലേക്ക് കൊണ്ടുപോയി. 3 മാസത്തെ ട്രീറ്റ്മെന്റ് ടൈമാണ്. വന്നിട്ട് തെറിയും വഴക്കൊന്നും കേൾക്കണ്ടല്ലോ വെച്ചിട്ട് ഉമ്മയ്ക്ക് ഓപ്പറേഷൻ പറഞ്ഞത് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എമ്മയുടെ 60 ആയിരുന്നു. അപ്പുറത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് അടിവാരത്ത് വന്നിട്ട് മകളുടെ വീട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മകൻ വന്നപ്പോൾ അയൽവാസിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ ചിലക്കൽ നിർത്താറായിട്ടില്ലേ എന്ന് പറഞ്ഞു. കണ്ണ് പറഞ്ഞോണ്ട് ഈ അവസ്ഥയിൽ ഉമ്മനെ ഒന്ന് എൻ്റെ കുഞ്ഞ് 2 ദിവസത്തിലെ കുഞ്ഞ് അവിടുന്ന് വന്നിട്ടില്ല, ഒന്ന് കണ്ടില്ലല്ലോ മോനെ പറഞ്ഞു. വന്ന് കണ്ടിട്ടില്ലല്ലോ, ഇതാ ഇജ്ജ് കിടന്ന സ്ഥലം എന്താക്കണ ഉമ്മാൻ്റെ കണ്ടോ കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ കിടന്ന സ്ഥലത്ത് കീറി തുന്നി വെച്ചേക്കണ കണ്ടില്ലേന്നാ ഉമ്മയോട് പറഞ്ഞു. അയൽവാസി 2 ദിവസം കണ്ടു നിൽക്കുമ്പോൾ പറയുക, ഒന്നും മിണ്ടിയില്ല. ഉമ്മയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടിയിട്ട് മകൻ ഇറങ്ങിപ്പോയി. അയൽവാസി പോകാൻ കാത്തു നിന്നു. അയൽ വിട്ട് പോയിട്ട് തേങ്ങ വെട്ടാനുള്ള കത്തി വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിക്കൊണ്ടുവന്നിട്ട് പുറകിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു, 1000 ഉറുപ്പിക്ക് കൊണ്ടായിരുന്നു. ആളെ നീ കണ്ടോന്ന് ചോദിച്ചു. ഇവിടെ വന്നേ 1000 ഉറുപ്പ എവിടെ നിന്ന് ഞാൻ കടം വാങ്ങി, നാളെ ആശുപത്രി പോകാനെന്ന് പറഞ്ഞു. എന്നാ പൈസ കൊണ്ടായിരുന്നു. അതെങ്ങനെയാ മോനെ തരുന്നത്, അമ്മയ്ക്ക് ആളെ ആശുപത്രി പോകണ്ടേ ചോദിച്ചു. അറിഞ്ഞു തീർന്നില്ല, ആദ്യ വെട്ടുമ്മയുടെ കഴുത്തിനിട്ടാ വെട്ടിയത്, ആഞ്ഞു വെട്ടി. അപ്പം ഉമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മോനെ ആഷിക്കെന്ന് പറഞ്ഞു. ഉയർന്നു പൊങ്ങി താരാട്ട് പാടിയ കൈക്കാണ് 2ാമത്തെ വെട്ട്. കയ്യെ വെട്ടി മാറ്റി. 3ാമത്തെ വെട്ട് കാൽത്തുടകളിലാണ്. 5 അവൻ കിടന്നു അല്ലെ, അവൻ്റെ 9.5 മാസം അവനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് അവൻ കിടന്ന അടി പറഞ്ഞിട്ടാണ് 4ാമത്തെ വെട്ട്. വീട്ടിൽ ചലനം ഇങ്ങനെ നിലച്ചു എന്ന് ഉറപ്പിച്ചപ്പോൾ ആ ചോര വരുന്ന കത്തിയുമായി അയൽവാസികൾ മുന്നിൽ കൂടെ നടന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ GD എടുത്ത് പോയിട്ട് പറഞ്ഞു, ജന്മം കൊടുത്തതിന് എൻ്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ടാ വരണേന്ന്. ആലോചിച്ച് നോക്കി, ഈ മരുന്നിൻ്റെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം അങ്ങനെ കൊണ്ട് ചെന്ന് എത്തിച്ചു നോക്ക്.